Hi everyone, welcome back to Success Academy's YouTube channel. നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റബിൾ ജി ഡിക്ക് വേണ്ടിയിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. മുന്നേ ചോദിച്ചു കണ്ടതും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് വൺ ഇതാണ്, ഇൻ ഡയർ സ്ട്രേറ്റ്സ്. ഇൻ ഡയർ സ്ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കൂ. ഓപ്ഷൻ എ ഈസ് ക്രംബിൾ അണ്ടർ ഓട്ടോക്രസി. Option B is very bad situation. Option C is eliminate doubts and fears. Option D is futuristic hope. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരിക? ഇൻ ഡയർ സ്ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ വെരി ബാഡ് സിറ്റുവേഷൻ. ഇൻ ഡയർ സ്ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? വെരി ബാഡ് സിറ്റുവേഷൻ എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ. നല്ല ബാഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ നല്ല മോശമായിട്ടുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുക? കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. നമ്മൾ സാധാരണ വിഷമിച്ചിരിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്ന സമയത്ത്. അപ്പോൾ ഇൻ ഡയർ സ്ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ വെരി ബാഡ് സിറ്റുവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സിറാജുദ്ദൗലാസ് ഡിഫീറ്റ് ക്യാൻ ബി ആട്രിബ്യൂട്ടഡ് ടു എ സ്നേക്ക് ഇൻ ദ ഗ്രാസ്. അപ്പോൾ സ്നേക്ക് ഇൻ ദ ഗ്രാസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇഡിയം ഏതായിട്ടായിരിക്കും വരിക എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് നോക്കൂ. എ ഡിസീറ്റ്ഫുൾ പേഴ്സൺ. ഓപ്ഷൻ ബി ഈസ് എ കോയിൽഡ് സെർപ്പൻറ്റ്. ഓപ്ഷൻ സി ഈസ് എ ഡിസ്ലോയൽ സോൾജർ. ഓപ്ഷൻ ഡി ഈസ് എ ഡിവോട്ടഡ് അറ്റൻഡൻറ്റ്. അപ്പോൾ അതിൽ ഏതായിരിക്കും എ സ്നേക്ക് ഇൻ ദ ഗ്രാസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരിക? ഓപ്ഷൻ എ ആയിരിക്കും അല്ലേ, എ ഡിസീറ്റ്ഫുൾ പേഴ്സൺ. എ ഡിസീറ്റ്ഫുൾ പേഴ്സൺ എന്ന പറഞ്ഞാൽ എന്താണ്? വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ആള് എന്നാണല്ലേ മീനിങ്. അപ്പോൾ സിറാജുദ്ദൗളയുടെ ഡിഫീറ്റ് എന്ത് കാരണമാണ്? ഒരു വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ കാരണമായിരുന്നു അല്ലേ, എ ഡിസീറ്റ്ഫുൾ പേഴ്സൺ കാരണമായിരുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Once in a year, the management of the institute surveys the whole situation. അപ്പോൾ സർവീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതായിരിക്കും വരിക? ഓപ്ഷൻ എ നോക്കൂ. comes to the front. B is perplexed with. C makes a mark. And D take stock of. അപ്പോൾ സർവേക്ക് റിലേറ്റഡ് ആയിട്ട് ഏതായിരിക്കും വരിക? സർവേ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്ക് സ്റ്റോക്ക് ഓഫ് ആണ് അല്ലേ. എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ട് സ്റ്റോക്ക് അല്ലെങ്കിൽ സർവേ ചെയ്ത് വെക്കുക എന്നൊക്കെ പറയാം അല്ലേ, കണക്കെടുത്ത് വെക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ ഏതായിരിക്കും വരിക? ടേക്ക് സ്റ്റോക്ക് ഓഫ് ആയിരിക്കും മീനിങ് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ടണൽ. ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ടണലിൻ്റെ മീനിങ് എന്തായിരിക്കും? ഓപ്ഷൻസ് നോക്കൂ. സംതിങ് ദാറ്റ് സിഗ്നൽസ് ദ എൻഡ് ഓഫ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ബി ഈസ് ആൻ ഓപ്പണിംഗ് അറ്റ് ദ എൻഡ് ഓഫ് എ മാറ്റർ. C is a new light coming out from darkness. And D is preparing for examinations. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? നോക്കൂ. നമ്മൾ കുറേ ഇരുട്ടിൽ തപ്പി, അതായത് എന്തെങ്കിലും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ ഇങ്ങനെ ഇപ്പോൾ ഒരു ഇരുട്ടിൽ കിടന്ന് പരതുക എന്നൊക്കെ പറയില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു നമ്മൾ. പെട്ടെന്നൊരു ലൈറ്റ് വരുമ്പോൾ എന്താണ്? ആ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അവസാനിച്ചു എന്നാണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? സംതിങ് ദാറ്റ് സിഗ്നൽസ് ദ എൻഡ് ഓഫ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലേ. ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അവസാനിച്ചു, ഇനി നമ്മുടെ കുറച്ച് നല്ല കാലത്തിലോട്ട് പോവുകയാണ്, അങ്ങനെയുള്ളൊരു മീനിങ് ആണ് എന്തിന് വരുന്നത്? ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ അല്ലേ. ആ ഡാർക്ക്നെസ് ഒക്കെ പോയിട്ട് വെളിച്ചം വരികയാണ് എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബിക്കോസ് ദ ഷോപ്പ് ഈസ് ക്ലോസിംഗ് ഡൗൺ, മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്ക് ഈസ് ഗോയിങ് ഫോർ എ സോങ്. അപ്പോൾ ഫോർ എ സോങ്ങിൻ്റെ മീനിങ് എന്തായിരിക്കും വരിക? നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയേ. സംതിങ് ദാറ്റ് ഈസ് സൂത്തനിങ് ടു യുവർ ഇയേഴ്സ്. ബി എന്താണ്? ഇൻക്രെഡിബ്ലി ഇൻഎക്സ്പെൻസീവ്. സി ആണ് എന്താണ്? റിസീവ് പണിഷ്മെൻറ്റ്. ഡി ആണെങ്കിൽ ഇൻക്രെഡിബ്ലി എക്സ്പെൻസീവ്. ഇപ്പോൾ നമ്മൾ നോക്കിയേ, സ്റ്റോക്കൊക്കെ അവസാനിക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും? സാധനങ്ങളൊക്കെ ചീപ്പായിരിക്കും അല്ലേ, സാധനങ്ങളൊക്കെ ചീപ്പായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? ഇൻക്രെഡിബ്ലി ഇൻഎക്സ്പെൻസീവ് ആയിരിക്കും അല്ലേ ആൻസർ വരിക. നിങ്ങൾ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പോവാണ്, അതോടെ ഡിസ്കൗണ്ട് സെയിലാണെന്നൊക്കെ കണ്ടിട്ടില്ലേ, അപ്പോൾ അത് ആലോചിച്ച് വെച്ചാൽ മതി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട്. ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ടിൻ്റെ മീനിങ് എന്തായിരിക്കും? ടു മിസ്ഇൻറ്റർപ്റ്റ് ദാറ്റ് ദ റിയൽ സിറ്റുവേഷൻ ഈസ് ഹിഡൻ. ബി ആണെങ്കിലോ? ടു കാൽക്കുലേറ്റ് തിങ്സ് വിത്ത് അറ്റ്മോസ്റ്റ് പ്രിസിഷൻ. സി ആണെങ്കിൽ ടു ഇമാജിൻ ദാറ്റ് സംവൺ ഈസ് വർക്കിംഗ് എഗെയിൻസ്റ്റ് യു. ആൻഡ് ഡി ആണെങ്കിലോ? ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് ഈസ് ലൈക്ലി ടു ബി അൺട്രൂ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ്? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ. ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സംതിങ് ഈസ് ലൈക്ലി ടു ബി അൺട്രൂ. നമ്മൾ മനസ്സിലാക്കണം അല്ലേ, എല്ലാം സത്യമായിരിക്കില്ല എന്ന് മനസ്സിലാക്കണം അല്ലേ, അതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ
ടേക്ക് ഇറ്റ് വിത്ത് എ ഗ്രെയിൻ ഓഫ് സോൾട്ട് എന്ന് പറയുമ്പോൾ എല്ലാം സത്യമാണെന്ന് വിശ്വസിക്കരുത്, ചിലതൊക്കെ അസത്യമാവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് മീൻ ചെയ്യുന്നത് അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ആസ് ഹീ ഈസ് നെവർ ഓൺ ടൈം ഹി റിഗ്രറ്റ്സ് യൂസ്ലെസ്ലി ഓൺ മിസ്സിംഗ് ദ ഫ്ലൈറ്റ്. അതായത് അദ്ദേഹം ഒരിക്കലും സമയത്ത് എത്താറില്ല, എന്നിട്ട് എന്ത് ചെയ്യും, യൂസ്ലെസ്ലി അല്ലേ, ഒരു ആവശ്യവുമില്ലാതെ എന്ത് ചെയ്യും, റിഗ്രറ്റ് ചെയ്യും. അങ്ങനെ റിഗ്രറ്റ് ചെയ്തിട്ട് വല്ല ആവശ്യമുണ്ടോ, ഇല്ലല്ലേ. ഇനി റിഗ്രറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, ഓൾറെഡി ലേറ്റായി, ഫ്ലൈറ്റ് മിസ്സായി, ഇനി റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ റിഗ്രറ്റ് യൂസ്ലെസ്ലിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇഡിയമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ നോക്കൂ, ക്രൈസ് ഓവർ സ്പ്ലിറ്റ് മിൽക്ക്. ബി ആണെങ്കിൽ ഫൈൻസ് ഫോൾട്ട് വിത്ത്. സി ആണെങ്കിലോ ക്രൈസ് വോൾഫ്. ഡി ആണെങ്കിലോ ക്രൈസ് ഫോർ ദ മൂൺ. ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എ ആയിരിക്കും അല്ലേ, ക്രൈസ് ഓവർ സ്പ്ലിറ്റ് മിൽക്ക് അല്ലേ. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പോയ മിൽക്കിന് വേണ്ടിയിട്ട് കരഞ്ഞിട്ട് എന്ത് കാര്യമില്ല, ഒരു കാര്യമില്ല അല്ലേ. അത് തിരിച്ച് കിട്ടുമോ, ഇല്ല, എന്തായാലും കയ്യിൽ നിന്ന് പോയി. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ റിഗ്രറ്റ് യൂസ്ലെസ്സിലേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഏതായിരിക്കും വരിക, ക്രൈസ് ഓവർ സ്പ്ലിറ്റ് മിൽക്ക്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ്. ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്തായിരിക്കും മീൻ ചെയ്യുക? എ നോക്കൂ, ടു പ്രൈസ് വൺ സെൽഫ്. ബി നോക്കൂ, ടു ഡിസ്ഗ്രേസ് വൺ സെൽഫ്. സി ടു ബി കൺഫ്യൂസ്ഡ് ആൻഡ് ഡി ടു ബി വെരി കീൻ. അപ്പോൾ ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്ന് പറയുമ്പോൾ ടു പ്രൈസ് വൺ സെൽഫ്, നമ്മൾ അവനവനെ തന്നെ പുകഴ്ത്തുന്നതാണ് മീൻ ചെയ്യുന്നത്. ഇത് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോൾ നന്നായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വിജയിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ തന്നെ പുകഴ്ത്തുന്ന ഒരവസ്ഥ ഉണ്ടാവില്ലേ, അതിനെയാണ് എന്ത് പറയുന്നത്, ബ്ലോ വൺസ് ഓൺ ട്രംപറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ, ടു പുട്ട് എ സ്പോക്ക് ഇൻ വൺസ് വീൽ. ടു പുട്ട് എ സ്പോക്ക് ഇൻ വൺസ് വീൽ, വീലിൻ്റെ മീനിങ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ നോക്കൂ, ടു ലീവ് സം വൺ വിത്തൗട്ട് എനി പ്രൊവിഷൻ. ബി ഈസ് നറേറ്റിംഗ് എ false story. C is to thwart someone in execution of one's design. And D is to receive cold reception. അപ്പോൾ ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും അല്ലേ. ഇതെന്താ മീൻ ചെയ്യുന്നത്? നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു വർക്കിനെയൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ എന്തായാലും നന്നായിട്ട് പോകുന്ന ഒരു വർക്കിനെ, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തെ, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനത്തെ ഇടയിൽ കൂടെ പോയി ഡിസ്റ്റർബ് ചെയ്യുക എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ടു പുട്ട് എ സ്പോക്ക് ഇൻ വൺസ് വീൽ എന്താണ് മീൻ ചെയ്യുന്നത്? ടു ത്രോട്ട് സംവൺ ഇൻ എക്സിക്യൂഷൻ ഓഫ് വൺസ് ഡിസൈൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ടു ബി ഇൻ ദ ഡോൾഡ്രംസ്. ടു ബി ഇൻ ദ ഡോൾഡ്രംസിൻ്റെ മീനിങ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ ഈസ് ടു ബി ഇൻ അട്ടർ കൺഫ്യൂഷൻ. ബി ഈസ് ടു ബി ഇൻ ലോ ആൻഡ് ഡൾ സ്പിരിറ്റ്സ്. സി ആണെങ്കിലോ ടു ബി ഇൻ ഹെൽപ്ലെസ് കണ്ടീഷൻ. ഡി ആവുമ്പോൾ ടു ബി ഇൻ ഹൈ എനർജി ആൻഡ് ഹാപ്പിനെസ്. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ആയിരിക്കും കേട്ടോ. ടു ബി ഇൻ ലോ ആൻഡ് ഡൾ സ്പിരിറ്റ് ആയിരിക്കും ടു ബി ഇൻ ദ ഡോൾഡ്രംസിൻ്റെ മീനിങ്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇരിക്കാറുണ്ടല്ലേ, നമ്മൾ ഒട്ടും എനർജറ്റിക് അല്ലാതെ വളരെ ലോ ആയിട്ട് ഡള്ളായിട്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ സമയത്തെയാണ് എന്ത് പറയുന്നത്? ടു ബി ഇൻ ദ ഡോൾഡ്രംസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെസ്റ്റ് തിങ് സിൻസ് സ്ലൈസ്ഡ് ബ്രെഡ്. അപ്പോൾ സ്ലൈസ്ഡ് ബ്രെഡ് കഴിഞ്ഞാലുള്ള ഏറ്റവും നല്ല അടുത്ത കാര്യം, അല്ലെങ്കിൽ ഏറ്റവും നല്ല അടുത്ത ഇൻവെൻഷൻ എന്നാണ് പറയുന്നത്. ഓപ്ഷൻസ് നോക്കൂ, ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ എ, ആൻ ഓപ്പൺലി പെർഫോംഡ് കൺഫെഷൻ. ഓപ്ഷൻ ബി, എ thoroughly examined food. Option C is a really good invention. And option D is a sincerely made apology. ഇതിലേതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എ റിയലി ഗുഡ് ഇൻവെൻഷൻ ആയിരിക്കും അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ബെസ്റ്റ് തിങ് സിൻസ് സ്ലൈസ് ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ലൈസ് ബ്രെഡ് കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും? എ റിയലി ഗുഡ് ഇൻവെൻഷൻ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. എ ഹെർക്കുലിയൻ ടാസ്ക്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ പറയാൻ പറ്റും അല്ലേ. ഹെർക്കുലിയൻ ടാസ്ക് ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ മിഷൻ വർക്ക്. ഓപ്ഷൻ ബി, എ സിമ്പിൾ വർക്ക്. ഓപ്ഷൻ സി, ആൻ ഇമ്പോർട്ടൻറ്റ് വർക്ക്. ആൻഡ് ഓപ്ഷൻ ഡി, എ ടഫ് ജോബ്. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലേ, എ ടഫ് ജോബ് ആയിരിക്കും. അപ്പോൾ എ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുമ്പോൾ ഈ ഫിഗർ ആലോചിച്ചാൽ മതി അല്ലേ. നമ്മളിപ്പോൾ പഠിക്കുകയാണെങ്കിൽ പോലും ഒരുപാട് പഠിക്കാനുണ്ടാകും. എന്തായിരിക്കും? അത് വളരെ ടഫായിട്ടുള്ളൊരു ജോബായിരിക്കില്ലേ. അപ്പോൾ അതിന് പറയുന്നതാണ് എന്ത്? എ ഹെർക്കുലിയൻ ടാസ്ക് എന്ന്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഷീ നോസ് സ്പാനിഷ് ആഫ്റ്റർ എ ഫാഷൻ. ആഫ്റ്റർ എ ഫാഷൻ്റെ മീനിങ് എന്തായിരിക്കും? മീനിങ്സ് നോക്കൂ. ഓപ്ഷൻ എ, ടു ഓൺലി എ സർട്ടൻ എക്സ്റ്റെൻറ്റ്. ഓപ്ഷൻ ബി, ഇൻ എ സർട്ടൻ ഫാഷൻ. ഓപ്ഷൻ സി,
only after the fashion is done, and option D, in a fashionable way. അപ്പോൾ ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും കേട്ടോ. ടു ഓൺലി ആ സർട്ടേൺ എക്സ്റ്റെൻറ്റ്, അതായത് അവർക്ക് സ്പാനിഷ് അറിയാം, ഏതുവരെ? ഒരു സർട്ടേൺ എക്സ്റ്റെൻറ്റ് വരെ അവർക്ക് സ്പാനിഷ് അറിയാം എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ ആഫ്റ്റർ എ ഫാഷൻ എന്ന് പറയുമ്പോൾ ടു ഓൺലി a certain extent, ഒരു certain extent വരെ മാത്രം എന്നാണ് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബൗൺസ് സംതിങ് ഓഫ് someone. ബൗൺസ് സംതിങ് ഓഫ് someoneന്റെ മീനിങ് നോക്കാം നമുക്ക്. ഓപ്ഷൻ എ നോക്കൂ. ഡിസ്കസ് ഐഡിയാസ് വിത്ത് someone to get their views. ഓപ്ഷൻ ബി ഈസ് ത്രോ സ്റ്റോൺസ് അറ്റ് others without any reason. ഓപ്ഷൻ സി ഈസ് സെലക്ട് members for something without their consent, and option D is distribute materials to the poor and the needy. അപ്പോൾ ബൗണ്ട് സംതിങ് ഓഫ് സമ്മണിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആയിരിക്കും. അതായത് നമ്മൾ നമ്മുടെ ഐഡിയാസ് വേറെ ആളുകളുമായി ഡിസ്കസ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വ്യൂസ് അറിയാൻ, അല്ലേ? അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഐഡിയാസ് മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൗണ്ട്സ് സംതിങ് ഓഫ് സമ്മൺ എന്ന് പറയുന്നത്. ഇനി 15th വൺ നോക്കൂ. ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ. ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂവിൻ്റെ മീനിങ് നോക്കൂ. ഓപ്ഷൻ എ ഓവർകം ഗ്ലട്ടണി. ഗ്ലട്ടണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് കഴിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആവുമ്പോഴോ ഡെസ്ട്രക്റ്റീവ് പവർ. ഓപ്ഷൻ സി ആവുമ്പോൾ ടേക്ക് ഓൺ എ ടാസ്ക് ദാറ്റ് യു കനോട്ട് ഫിനിഷ്, ആൻഡ് ഡി ആവുമ്പോഴോ ടു കറേജിയസ്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും. ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു വർക്ക് നമ്മൾ എടുക്കുക എന്നാണ് മീൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എക്സാമിൻ്റെ ആ ഒരു സമയം വരെ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യില്ല? പഠിക്കാതിരിക്കും. ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങും, മോക്ക് ചെയ്യാൻ തുടങ്ങും, എല്ലാം കൂടെ പെട്ടെന്ന് തുടങ്ങും. നമുക്ക് എന്താവും? എല്ലാം കൂടെ നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ നമ്മൾ പറയുന്നതാണ് എന്ത്? ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ, അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് ചെയ്യാണ്. അതേസമയം നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? ആദ്യം മുതലേ സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു, അല്ലേ? പക്ഷെ എന്ത് ചെയ്യില്ല? നമ്മളിൽ ഭൂരിഭാഗം ആളുകളും അത് ചെയ്യില്ല. അപ്പോൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റിയില്ലേ? ബൈറ്റ് ഓഫ് മോർ ദാൻ യു ക്യാൻ ച്യൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സിൻ്റെ മീനിങ് നോക്കാം. ഓപ്ഷൻ എ ഈസ് to escape from the situation. Option B is cats and dogs getting wet in rain. Option C is at the exact time. Option D is a very heavy downpour. അപ്പോൾ ഇതിൽ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും, അല്ലേ? എ വെരി ഹെവി ഡൗൺപോർ ആയിരിക്കും. അതായത് നല്ല ശക്തമായ മഴ എന്നാണ് മീൻ ചെയ്യുക. അപ്പോൾ റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സിൻ്റെ മീനിങ് എന്താണ്? നല്ല ശക്തമായ മഴ എന്നാണ് മീൻ ചെയ്യുന്നത്. അതായത് എ വെരി ഹെവി ഡൗൺപോർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലെവൽ പ്ലേയിങ് ഫീൽഡ്. ലെവൽ പ്ലേയിങ് ഫീൽഡിൻ്റെ മീനിങ് നോക്കാം. Option A is avoiding differences. Option B is forgetting conflicts. Option C is a fair competition. And option D is lack of intelligence. ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആയിരിക്കും, അല്ലേ? എ ഫെയർ കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുമ്പോൾ എ ഫെയർ കോമ്പറ്റീഷൻ എന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ. ഇവിടെ രണ്ടും ഒരേപോലത്തെ ആളുകളുണ്ട്, അല്ലേ? അതായത് ഇവർക്ക് രണ്ടു പേർക്കും ഒരേ ഹൈറ്റ് അല്ലെങ്കിൽ നമ്മൾ കാണുമ്പോൾ എല്ലാം ഒരേപോലെയുള്ള ആളുകൾ. ഇവിടെയാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ ലേശം വ്യത്യാസമുണ്ട്. എങ്ങനെയൊക്കെ ആയാലും എന്താണ്? ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആയിരിക്കണം രണ്ടുപേരും തമ്മിൽ. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയുന്നതാണ് എന്ത്? ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഗ്രാൻഡ് മദർ റിവീൽഡ് എ സീക്രട്ട്. ഗ്രാൻഡ് മദർ റിവീൽഡ് എ സീക്രട്ട്, അതായത് റിവീൽഡ് എ സീക്രട്ടിന് പറ്റിയൊരു ഇഡിയം നമ്മൾ ചൂസ് ചെയ്യണം. ഇഡിയം നോക്കിയേ. ഓപ്ഷൻ എ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഓപ്ഷൻ ബി ലെറ്റ് തിങ്സ് സ്ലൈഡ്. ഓപ്ഷൻ സി ലെറ്റ് ദ ചിപ്സ് fall where they may. ആൻഡ് ഓപ്ഷൻ ഡി ലെറ്റ് ദ ചാൻസ് സ്ലിപ്പ് ബൈ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും. ലെറ്റ് ദ കാറ്റ്സ് ഔട്ട് ഓഫ് ദ ബാഗ്. അതായത് നമ്മളൊരു സീക്രട്ട് റിവീൽ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നതാണ് എന്ത്? ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. കാറ്റിനെ ആ ബാഗിൽ നിന്ന് പുറത്ത് വിടുക എന്ന് പറയുന്ന പോലെ നമ്മൾ ഉള്ളിൽ വെച്ച സീക്രട്ടിനെ നമ്മൾ പുറത്ത് വിടുക അല്ലെങ്കിൽ പുറത്ത് കളയുക എന്നാലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഇൻ ദ ബ്ലിങ്ക് ഓഫ് ഐ. ഇൻ ദ ബ്ലിങ്ക് ഓഫ് ഐൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്തായിരിക്കും? ഓപ്ഷൻ എ ടു മേക്ക് പ്രോഗ്രസ്.
Option B, to allow someone to move fast. Option C, to flourish. And option D, happen fast and instantaneously. അപ്പോൾ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഡി ആയിരിക്കും അല്ലേ? ഹാപ്പൻ ഫാസ്റ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ്ലി. നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ എന്ന് പറയില്ലേ, അതാണ് മീൻ ചെയ്യുന്നത്. ഇൻ ദ ബ്ലിങ്ക് ഓഫ് ഐ എന്ന് പറയുമ്പോൾ ഹാപ്പൻ ഫാസ്റ്റ് ആൻഡ് ഇൻസ്റ്റൻറ്റേനിയസ്ലി. നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ആ കാര്യം കഴിഞ്ഞു പോയി എന്ന് പറയുന്നതുമായിട്ട് വരുന്നൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. മിസ് ദ ബോട്ട്. മിസ് ദ ബോട്ട് എന്നതിൻ്റെ കറക്റ്റ് മീനിങ് നോക്കാം. ഓപ്ഷൻ എ, ഫെയിൽ ടു take advantage of an opportunity. Option B, it is late for the boat. Option C, boat will leave on time. And option D, opportunity never knocks twice. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ എ ആയിരിക്കും. ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി. നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ പറയുന്നതാണ് എന്ത്? മിസ് ദ ബോട്ട്. മിസ് ദ ബോട്ട് എന്നായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ മിസ് ദ ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെയിൽ ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ആൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.